SSC റെയിൽവേ പരീക്ഷയ്ക്കുള്ള ഹിസ്റ്ററിയുടെ ഫ്രീ സീരീസാണ് നടക്കുന്നത്. അപ്പോൾ ഇതുവരെയായിട്ട് 13 വീഡിയോസ് കംപ്ലീറ്റ് ആയി. ആദ്യമായിട്ട് അവസാനത്തെ വീഡിയോയിൽ നോക്കിയത് ഗുപ്ത പീരീഡിന് ശേഷം വരുന്ന വർധന ഡൈനാസ്റ്റി പറ്റിയായിരുന്നു. ഗുപ്ത പീരീഡിന് ശേഷം പോസ്റ്റ് ഗുപ്ത പീരീഡ്, അതിൽ ആദ്യത്തെ വർധന ഡൈനാസ്റ്റി അഥവാ പുഷ്യഭൂതി ഡൈനാസ്റ്റി കംപ്ലീറ്റ് ആയി. ഇനി അതിന് ശേഷം വരുന്ന കുറച്ച് ചെറിയ ഡൈനാസ്റ്റികൾ, അതാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. ഏറ്റവും ആദ്യത്തെ നോക്കുന്നതാണ് ചാലുക്യാസ്. ചാലുക്യാസ് എന്ന് പറയുന്നത് ഈ നർമ്മദയുടെ ഒക്കെ താഴെ ഈ ഡക്കാൻ ഏരിയയിലുള്ള ഒരു പ്രധാനപ്പെട്ട ഡൈനാസ്റ്റിയാണ്, ഗുപ്താസിന് ശേഷം വരുന്ന. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ശതവാഹനാസ്, വഗഡകാസ് ഒക്കെ ശേഷം ഡക്കാനിലെ പ്രധാനപ്പെട്ട ഒരു ഡൈനാസ്റ്റിയാണ് ചാലുക്യാസ്. ഈ ചാലുക്യാസിനെ തന്നെ മൂന്നായിട്ട്, ഇപ്പോൾ ചോളാസിന, ഏർലി ചോളാസ്, ലേറ്റർ ചോളാസ് എന്നൊക്കെ പറയുന്നത് പോലെ ചാലുക്യാസിനെ തന്നെ മൂന്നായിട്ട് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് ഓരോ കാലഘട്ടത്തിലാണ് ഇവർ ഭരണം നടത്തുന്നത്. ഒന്ന് ചാലുക്യാസ് ഓഫ് ബദാമി, അതായത് ഇത് ഓരോ സ്ഥലത്തിൻ്റെ പേരാണ്. ബദാമി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഈ ഒരു ഭാഗത്തുള്ള ഒരു വദാബി അഥവാ ബദാമി എന്ന് പറയുന്നത്. ഇത് ക്യാപിറ്റൽ ആയിക്കൊണ്ടുള്ള ഏർലി ചാലുക്യാസ്, ആദ്യത്തെ ചാലുക്യാസിനെയാണ് ബദാമി ചാലുക്യാസ് എന്ന് വിളിക്കുന്നത്. അതിന് ശേഷം പിന്നീട് ഈ ഈസ്റ്റേൺ ചാലുക്യാസ്, ഇതാണ് ഈ ഫോട്ടോയിലുള്ളത്. ഈ ഒരു ഭാഗത്തുള്ള വെങ്കി ക്യാപിറ്റലായിട്ട്, ഇപ്പോൾ ആദ്യത്തേത് ബദാമി, ഈസ്റ്റേൺ ചാലുക്യാസിൽ വെങ്കി ക്യാപിറ്റലായിട്ട്, അതുപോലെ വെസ്റ്റേൺ ചാലുക്യാസ്. അപ്പോൾ ഇവിടെ ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ടത് ചാലുക്യാസിനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്ന് പീരീഡിലാണ്. ഇപ്പോൾ ഈ ഏർലി ചാലുക്യാസ് 6th സെഞ്ച്വറി ടു 8th സെഞ്ച്വറിയാണ്. അപ്പോൾ അതിനുശേഷം ഈസ്റ്റേൺ ചാലുക്യാസ് വരുന്നത് 7th സെഞ്ച്വറി ടു 12th സെഞ്ച്വറിയാണ്. വെസ്റ്റേൺ ചാലുക്യാസ് ഇതുപോലെ 10 to 12. അപ്പോൾ ഓരോ പീരീഡിലാണ് ഉണ്ടായി വരുന്നത്. ആദ്യം ബദാമി ഓഫ് ചാലുക്യാണ് ഏർലി ചാലുക്യാസ്. പിന്നീട് ഇതിലെ ഒരു റൂളർ അനിയൻ ഇൻഡിപെൻഡൻ്റ് ആവുകയും അത് ഈസ്റ്റേൺ ചാലുക്യ എന്നറിയപ്പെടുകയും ചെയ്യുന്നു. പിന്നെ കുറേ വർഷം കഴിഞ്ഞിട്ട് ഇവരുടെ ലീനേജിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചാലുക്യ പേരും അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള ആ ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്ന തരത്തിൽ അടുത്ത ഒരു വെസ്റ്റേൺ ചാലുക്യാസ് കുറച്ച് ലേറ്റർ പീരീഡിൽ ഉണ്ടാവുകയും ചെയ്യും, ഫോം ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ചാലുക്യാസ് എന്ന് പറയുന്നത് 3 ഡിസ്റ്റിങ് ഡൈനാസ്റ്റീസ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. അതിലിപ്പോൾ ആദ്യം നോക്കാൻ പോകുന്നത് ചാലുക്യാസ് ഓഫ് ബദാമി. ബദാമി എന്ന് പറയുന്നത് ഈ ക്യാപിറ്റൽ സ്ഥലത്തിൻ്റെ പേരാണ് വദാബി അഥവാ ബദാമി. ആദ്യത്തെ പോയിന്റ് ഫൗണ്ടർ പേര് ജയസിംഹ. അപ്പോൾ ഇദ്ദേഹം ഈ കാദംബാസ് എന്ന് പറയുന്ന ഈ ചാലുക്യാസ് എന്ന് പറയുന്നത് കാദംബാസിൻ്റെ ഫ്യൂഡേറ്ററീസ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. കാദംബാസിൻ്റെ ഫ്യൂഡേറ്ററീസ്, ഈ ഫ്യൂഡേറ്ററി എന്ന് പറയുന്നത് ഒരു വലിയ ഡൈനാസ്റ്റി ഉണ്ടാവും. ആ ഡൈനാസ്റ്റിയുടെ കീഴിൽ അദ്ദേഹത്തിൻ്റെ ഒരു ആർമി ചീഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകളുണ്ട്. അതായത് ഇപ്പോൾ ഒരു വലിയ റൂളർ അദ്ദേഹത്തിൻ്റെ ലോക്കൽ ഗവർണർ ആയിക്കൊണ്ട് ഒരാൾ ഒരു സ്ഥലത്ത് ഭരണം നടത്തുന്നു. അപ്പോൾ ഈ കാദംബാസ് വീക്കാവുന്ന സമയത്ത് ഈ ജയസിംഹേൻ്റെ കീഴിലുള്ള ചാലുക്യ ഡൈനാസ്റ്റി ഇൻഡിപെൻഡൻ്റ് ആവുകയും, അപ്പോൾ അങ്ങനെയാണ് ഫ്യൂഡേറ്ററി എന്നറിയപ്പെടുന്നത്. കാദംബാസിൻ്റെ ഫ്യൂഡേറ്ററിയാണ് ചാലുക്യാസ്. ഫൗണ്ടർ ജയസിംഹയാണ്, പക്ഷേങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫൗണ്ടറായിട്ട്, ശരിക്കുള്ള ഫൗണ്ടറായിട്ട് അറിയപ്പെടുന്നത് പുലിക്കേശിൻ ഫസ്റ്റാണ്. അപ്പോൾ പൂർണ്ണമായിട്ട് ഈ കാദംബാസിൻ്റെ നിന്ന് ഇൻഡിപെൻഡൻ്റ് ആവുകയും ഒരു വദാബി എന്ന് പറയുന്ന സ്ഥലം ക്യാപിറ്റൽ ആയിക്കൊണ്ട് ചാലുക്യ ഡൈനാസ്റ്റി ഉണ്ടാവുകയും ചെയ്യുന്നത് പുലക്കേശിൻ ഫസ്റ്റാണ് 6th സെഞ്ച്വറിയിൽ. പിന്നീട് ഇദ്ദേഹത്തിന് ശേഷം പുലക്കേശിൻ 1ൻ്റെ മകനായിട്ടുള്ള കീർത്തിവർമ്മൻ അടുത്ത ഭരണത്തിൽ വരുന്നു. കീർത്തിവർമ്മൻ മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മകനായിരിക്കും സ്വാഭാവികമായിട്ട് അധികാരം എടുക്കേണ്ടത്. പക്ഷെ അന്നേരം മകൻ ചെറിയ കുട്ടിയാണ്. കീർത്തിവർമ്മൻ്റെ മകനാണ് പുലക്കേശിൻ ദ സെക്കൻഡ്. അപ്പോൾ പുലക്കേശിൻ 2 ചെറുതായതുകൊണ്ട് ആ സമയം താൽക്കാലികമായിട്ടുള്ള ഭരണം ഈ കീർത്തിവർമ്മൻ്റെ അനിയനായിട്ടുള്ള മംഗളേഷാണ് ഭരണം നടത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പുലക്കേശിൻ 2 ഭരണം ഏറ്റെടുക്കാനാവുന്ന പ്രായമാകുമ്പോഴേക്കും മംഗളേഷ് അധികാരം കൊടുക്കും എന്നുള്ള ധാരണയിൽ. പക്ഷേങ്കിൽ മംഗളേഷ് അധികാരം പിടിക്കുകയും പുലക്കേശിൻ 2 മംഗളേഷിനെ, അതായത് അമ്മാവനായിട്ടുള്ള മംഗളേഷിനെ കൊന്ന് വീണ്ടും അധികാരം തിരിച്ചു പിടിക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ആദ്യം 3 പ്രധാനപ്പെട്ട റൂളേഴ്സ്, പുലക്കേശിൻ ഫസ്റ്റ്, ആക്ച്വലായിട്ടുള്ള ഒരു ഫൗണ്ടർ പുലക്കേശിൻ ഫസ്റ്റ്, അദ്ദേഹത്തിൻ്റെ മകൻ കീർത്തിവർമ്മൻ്റെ അനിയൻ മംഗളേഷ്, പിന്നീട് കീർത്തിവർമ്മൻ്റെ മകൻ പുലക്കേശിൻ 2 ആണ് ഏറ്റവും പ്രധാനപ്പെട്ട റൂളർ. അദ്ദേഹം മംഗളേഷിനെ കൊന്നുകൊണ്ട് അധികാരം പിടിച്ചെടുക്കുന്നു. ഇതിലെ ഈ ഡൈനാസ്റ്റിയിലെ വദാബി ചാലുക്യാസിലെ ഏറ്റവും പവർഫുൾ റൂളറാണ് പുലക്കേശിൻ സെക്കൻഡ്.
ഹർഷവർദ്ധനൻ്റെ സമയത്ത് പുലക്കേശൻ ടൂവിനെ പറ്റി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹർഷവർദ്ധനനെ തോൽപ്പിച്ച ചാലുക്യ റൂളറാണ് പുലക്കേശൻ സെക്കൻഡ്. ഡിഫീറ്റഡ് ഹർഷവർദ്ധന. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹർഷവർദ്ധനൻ്റെ കോർട്ട് വിസിറ്റ് ചെയ്ത ചൈനീസ് ട്രാവലറാണ് ഹുയാങ് സാങ്. അപ്പോൾ അദ്ദേഹം ഈ പുലക്കേശൻ ടൂവിൻ്റെ കോർട്ട് കൂടി വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ കണ്ടംപററീസാണ്. പുലക്കേശൻ ടൂവും ഹർഷവർദ്ധനയും ഹുയാങ് സാങ്ങും ഒക്കെ കണ്ടംപററീസാണ്. അടുത്തത് ഈ പുലക്കേശൻ ടൂ എന്ന് പറയുന്നത് ഹർഷവർദ്ധനായിട്ട് ഫൈറ്റ് ചെയ്ത് ഈ നർമ്മദയുടെ തീരത്താണ്. അപ്പോൾ നർമ്മദയുടെ മേൽഭാഗം, ഇന്ത്യയിൽ നർമ്മദ നദിയുടെ മേൽഭാഗം, അതായത് നോർത്ത് ഇന്ത്യയിലെ ഭാഗങ്ങൾ പ്രധാനമായിട്ടും ഭരിച്ചത് വർദ്ധന ഡൈനാസ്റ്റിയാണ്, ഹർഷവർദ്ധന. അപ്പോൾ ആ സമയത്ത് സൗത്ത് ഇന്ത്യയിലെ ഈ ഡക്കാൻ ഭാഗത്ത് പ്രധാനമായിട്ടും ഭരിക്കുന്ന ആളാണ് പുലക്കേശൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ വിളിക്കുന്ന പേരാണ് ദക്ഷിണ പദേശ്വര, അതായത് ലോർഡ് ഓഫ് സൗത്ത്. ദക്ഷിണ പദേശ്വര, ദക്ഷിണം എന്ന് പറയുന്നത് സൗത്ത്, ദക്ഷിണ പദേശ്വര അഥവാ ദക്ഷിണ പൃഥ്വിപതി. അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ ഒരു വിളിപ്പേരാണ്. അതിനുശേഷം പുലക്കേശൻ ടു ഈ സമയത്ത് ഇന്ത്യയുടെ ഈ ഭാഗത്തുള്ള വേറൊരു ഡൈനാസ്റ്റിയാണ് പല്ലവ ഡൈനാസ്റ്റി. ഇവിടെയാണ് ചാലുക്യ ഡൈനാസ്റ്റി ഉള്ളത്. അതിൻ്റെ താഴെ ഭാഗത്ത് ഒരു തമിഴ്നാട് കാഞ്ചീപുരം ക്യാപിറ്റലായി കൊണ്ടാണ് പല്ലവാസ്. അപ്പോൾ ആ ഒരു ഭാഗത്തുള്ളതാണ് പല്ലവാസ്. അതിലെ ഒരു റൂളറാണ് മഹേന്ദ്രവർമ്മൻ 1. ഈ മഹേന്ദ്രവർമ്മൻ 1നെ പുലക്കേശൻ ടു ഡിഫീറ്റ് ചെയ്യുന്നു, തോൽപ്പിക്കുന്നു. അപ്പോൾ അതിനുശേഷം അതിൻ്റെ ഒരു പ്രതികാരമായിട്ട് ഈ മഹേന്ദ്രവർമ്മൻ്റെ മകനായിട്ടുള്ള നരസിംഹവർമ്മൻ പുലക്കേശൻ ടൂവിനെ തോൽപ്പിക്കുന്നു. പുലക്കേശൻ സെക്കൻഡ് ആദ്യം മഹേന്ദ്രവർമ്മനെ തോൽപ്പിച്ചു. പിന്നീട് അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള നരസിംഹവർമ്മൻ പുലക്കേശൻ ടൂവിനെ തോൽപ്പിക്കുന്നു. അപ്പോൾ എന്നിട്ട് ഈ നരസിംഹവർമ്മൻ, അത് പല്ലവാസിൻ്റെ സമയത്ത് ഒന്നുകൂടെ വരും, എന്നാലും നരസിംഹവർമ്മൻ ഇതിന് ശേഷം ടൈറ്റിൽ സ്വീകരിച്ചു വദാബി കൊണ്ട. അതായത് വദാബി എന്ന് പറയുന്നത് ഈ ബദാമി, വദാബിയെ കൊണ്ട, കോൺകറർ ഓഫ് വദാബി എന്നുള്ള ടൈറ്റിലും കൂടെ സ്വീകരിച്ചു. പുലക്കേശൻ ടൂവിൻ്റെ ടൈറ്റിലായിരുന്നു സൗത്തിൻ്റെ ലോർഡ്, ദക്ഷിണ പദേശ്വർ. പിന്നീട് വരുന്ന റൂളറാണ് വിക്രമാദിത്യ ഫസ്റ്റ്, പിന്നെ കീർത്തിവർമ്മൻ. ഈ കീർത്തിവർമ്മനാണ് ഒരു അവസാനത്തെ റൂളർ എന്നൊക്കെ പറയുന്നത് പോലെ. കീർത്തിവർമ്മന് ശേഷം ഈ ഡക്കാൻ്റെ ഭാഗങ്ങൾ, അതായത് ചാലുക്യാസിന് ശേഷം അധികാരത്തിൽ വരുന്ന ആൾക്കാരാണ് ഈ രാഷ്ട്രകൂടാസ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പോയിന്റ്. ആദ്യം ബദാമി ചാലുക്യാസിൽ ആക്ച്വൽ ഫൗണ്ടർ എന്ന് പറയുന്നത് ജയസിംഹ, പക്ഷെങ്കിൽ ശരിയായ ഫൗണ്ടർ ജയസിംഹ, പക്ഷെങ്കിൽ ആക്ച്വലായിട്ട് ഒരു ഇൻഡിപെൻഡൻസ് ചാലുക്യാസ് നേടുന്നത് പുലക്കേശൻ ഫസ്റ്റിൻ്റെ സമയത്ത്. അദ്ദേഹത്തിന് ശേഷം പ്രധാനപ്പെട്ട റൂളറാണ് പുലക്കേശൻ സെക്കൻഡ്, ഗ്രേറ്റസ്റ്റ് ഓഫ് ഹിസ് ഡൈനാസ്റ്റി, വിസിറ്റഡ് ബൈ ഹുയാങ് സാങ്. ഒരേ ഏജിലുള്ള ആൾക്കാർ, ഒരേ സമകാലീനരായ ആൾക്കാരാണ് ഹുയാങ് സാങ്ങും ഹർഷവർദ്ധനും പുലക്കേശൻ സെക്കൻഡും. ഹർഷവർദ്ധനെ ഡിഫീറ്റ് ചെയ്തു, പല്ലവാസിലെ മഹേന്ദ്രവർമ്മൻ ഫസ്റ്റിനെ ഡിഫീറ്റ് ചെയ്തു. അവസാനം പുലക്കേശൻ ടൂവിനെ തോൽപ്പിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള നരസിംഹവർമ്മൻ ഫസ്റ്റ്. ഈ പുലക്കേശൻ ടൂവിനെ പറ്റിയിട്ടൊക്കെയുള്ള ഡീറ്റെയിൽസ് കൂടുതലായിട്ടും കിട്ടുന്നത് ഇങ്ങനൊരു അമ്പലം, ഈ അമ്പലത്തിൻ്റെ പേരാണ് മെഗുതി ടെമ്പിൾ. ഈ മെഗുതി ടെമ്പിളിൻ്റെ ചുമരിൽ ഇത് ഈ കാണുന്നത് പോലെ ഇവിടെ ഒരു ചെറിയ കൊത്തുണ്ട്, ഒരു കൊത്തി വെച്ചിട്ടുണ്ട് കല്ലുമ്മൽ. അങ്ങനെ കല്ലിൽ കൊത്തുന്നതിനാണ് ഇൻസ്ക്രിപ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഐഹോളിലെ ഈ ഇൻസ്ക്രിപ്ഷനാണ് ഐഹോൾ ഇൻസ്ക്രിപ്ഷൻ, അതാണ് ഈ ഫോട്ടോയിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഐഹോൾ ഇൻസ്ക്രിപ്ഷനിലാണ് പുലക്കേശൻ ടൂവിൻ്റെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ്. ഇദ്ദേഹം ഇങ്ങനെ ഹർഷവർദ്ധനെ തോൽപ്പിച്ചു, ദക്ഷിണ പദേശ്വർ എന്നുള്ള ടൈറ്റിൽ സ്വീകരിച്ചു എന്നൊക്കെ പിന്നീട് അറിയുന്നത് ഈ 6th സെഞ്ച്വറിയിൽ എഴുതപ്പെട്ട ഐഹോൾ ഇൻസ്ക്രിപ്ഷൻ വഴിയാണ്. ഇത് കമ്പോസ് ചെയ്ത ആളെ പേരാണ് രവി കീർത്തി, അതായത് പുലക്കേശൻ ടൂവിൻ്റെ കോർട്ടിലുണ്ടായ കവി, കോർട്ട് പോയറ്റ് ഓഫ് പുലക്കേശൻ ദി സെക്കൻഡ്, അതാണ് രവി കീർത്തി. ഇത് പ്രീവിയസ് ഇയർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഐഹോൾ പില്ലർ ഇൻസ്ക്രിപ്ഷൻ ആരെ പറ്റിയിട്ടാണ്? പുലക്കേശൻ സെക്കൻഡ്. ആരാണ് കമ്പോസ് ചെയ്തത്? രവി കീർത്തി. പിന്നെ ചാലുക്യാസിനെ പറ്റിയിട്ട് വരുന്നത്, ചാലുക്യാസിൻ്റെ ഒരു ജോഗ്രഫിക്കലായ പൊസിഷൻ എന്ന് പറയുന്നത് ഈ ഡക്കാൻ ഏരിയയിലാണ്. അതായത് ടെമ്പിൾ ആർക്കിടെക്ചറിൻ്റെ പറ്റിയിട്ട് നോക്കുമ്പോൾ പ്രധാനമായും 2 ടൈപ്പാണുള്ളത്. ഒന്ന് നോർത്ത് ഇന്ത്യയുടെ ഭാഗത്തുള്ള നഗര സ്റ്റൈല്, പിന്നെ നമ്മളെ തമിഴ്നാട്, കേരളം ഈ ഭാഗത്ത് ഉള്ള സൗത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആർക്കിടെക്ചർ സ്റ്റൈലി അഥവാ ദ്രാവിഡ ടെമ്പിൾ ആർക്കിടെക്ചർ. ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു മിക്സ് പോലെയാണ് ഈ ചാലുക്യൻ ആർക്കിടെക്ചർ അറിയപ്പെടുന്നത്. അതിന് കൊടുക്കുന്ന പേരാണ് വേസര സ്റ്റൈല്. ഇപ്പോൾ ഒരു നഗര എന്ന് പറയുന്ന നോർത്ത് ഇന്ത്യൻ സ്റ്റൈലും ദ്രാവിഡ എന്ന് പറയുന്ന സൗത്ത് ഇന്ത്യൻ സ്റ്റൈലിൻ്റെയും ഒരു രണ്ടും കൂടി ഒരുമിച്ചുള്ള ഒരു സ്റ്റൈൽ എന്നുള്ള രീതിയിൽ ചാലുക്യൻ ആർക്കിടെക്ചറിനെ വേസര സ്റ്റൈൽ.
പ്രധാനപ്പെട്ട ടെമ്പിൾസ്: രാവൺഫാഡി കേവ്സ്, ഐഹോൾ. ഇത് പ്രധാനമായിട്ടും 2 സ്ഥലത്താണ് കാണൽ. ഒന്ന് ഐഹോളും രണ്ടാമത്തത് പട്ടടക്കലും. ഇത് രണ്ടും ഉത്തരം വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഈ ചാലുക്യാസിൽ ഏതെങ്കിലും റൂളറെ പേരാണ് ഉണ്ടാവുക. ഒന്നിക്ക് ഐഹോള് അല്ലെങ്കിൽ പട്ടടക്കൽ. ഇത് ഏത് ഡൈനാസ്റ്റിയെ ബന്ധപ്പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാലുക്യാസ്. ആദ്യത്തത് രാവൺഫാഡി കേവ്സ്, ഐഹോൾ. ഇത് ഒരു ശിവ ടെമ്പിളാണ്. രണ്ടാമത്തത് ലഡ്കാൻ ടെമ്പിൾ. അപ്പോൾ ഇത് ഒരു റോക്ക് കട്ട് കേവാണ്, അതായത് പാറ തുരന്നുണ്ടാക്കുന്ന ടൈപ്പ് ടെമ്പിൾ, രാവൺഫാഡി കേവ്സ്. അടുത്തതാണ് ലഡ്കാൻ ടെമ്പിൾ. ഇത് പക്ഷേങ്കിൽ ബ്രിക്സ് വെച്ചിട്ടുണ്ടാക്കിയ ഒരു ടെമ്പിളാണ്, ഐഹോളിലെ ലഡ്കാൻ ടെമ്പിൾ. ലഡ്കാൻ എന്ന് പറയുന്നത് ഒരു മുസ്ലിം ഫക്കീറിൻ്റെ പേരാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ടെമ്പിൾ. പിന്നീട്, അതായത് ഈ ടെമ്പിൾ ഈ സമയത്തല്ല, അതിന് ശേഷം വരുന്ന സമയത്ത് അവിടെ താമസിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ ടെമ്പിൾ അറിയപ്പെടുന്നത്. ലഡ്കാൻ ടെമ്പിളും ഐഹോളിലെ രാവൺഫാഡി കേവ്സും. അടുത്തതാണ് മൂന്നാമത്തത് ദുർഗ ടെമ്പിൾ. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. മെയ്ഡ് ഓൺ ആൻ അപ്സിഡൽ പ്ലെയിൻ. അതായത് ഈ ദുർഗ ടെമ്പിളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്സിഡൽ പ്ലാനിലാണ് ഇത് പണിതത്. അതായത് ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ്, ഒരു ഭാഗം സെമി സർക്കുലർ ആയിട്ട്. ഇപ്പോൾ ഈ ഭാഗം കർവാന്നല്ല. അതായത് സാധാരണ ഒരു അമ്പലങ്ങളുടെയൊക്കെ പ്രതിഷ്ഠ, അതായത് വിഗ്രഹം ഉണ്ടാകുന്ന സ്ഥലം ഒന്നുകിൽ സ്ക്വയറോ അല്ലെങ്കിൽ റെക്റ്റാങ്കിളോ അങ്ങനെയൊക്കെ ഉണ്ടാവുക, സ്ക്വയറിലൊക്കെ ആയിരിക്കും. പക്ഷേ ഇവിടെ അത് ഈ സെമി സർക്കുലർ ഷേപ്പിലാണ്. അപ്പോൾ ഈ ഗർഭഗൃഹ എന്ന് പറയുന്നത്, വിഗ്രഹം വെക്കുന്ന സ്ഥലത്തിന് ഗർഭഗൃഹ, അത് ഒന്നുകിൽ സ്ക്വയറോ റെക്റ്റാങ്കിളോ ഒക്കെ ആയിരിക്കും. പക്ഷേ ഇവിടെ അത് ഈ അപ്സിഡൽ പ്ലെയിനിലാണ് ഉള്ളത്. അതാണ് ദുർഗ ടെമ്പിൾ. അതായത് ഈ ഒരു ഭാഗം സെമി സർക്കിൾ ആയിരിക്കും, ഒരു എൻഡ്. ഹുച്ചി മല്ലികുടി ടെമ്പിൾ. പിന്നെ പ്രധാനമായിട്ടുള്ള അടുത്ത ടെമ്പിൾ, ഒരുപാട് ടെമ്പിളുകൾ ഒരുമിച്ചുള്ള സ്ഥലമാണ് പട്ടടക്കൽ. പട്ടടക്കൽ എന്ന് ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ആൻസർ ചാലുക്യാസ് ആയിരിക്കും. ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉള്ളതാണ്. പട്ടടക്കൽ ടെമ്പിൾ ഏത് ഡൈനാസ്റ്റിയുമായി ബന്ധപ്പെട്ടതാണ്? ചാലുക്യാസ്. അപ്പോൾ ഇനി റൂളർ പേരാണെങ്കിൽ അധികം പുലക്കേശിൻ സെക്കൻഡ് ആയിരിക്കും ഉണ്ടാവുക. പട്ടടക്കൽ ടെമ്പിൾ ഒരു യുനെസ്കോൻ്റെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെട്ടതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ നഗര സ്റ്റൈലിൻ്റെയും ദ്രാവിഡ സ്റ്റൈൽ രണ്ടും പട്ടടക്കൽ ടെമ്പിൾസിൻ്റെ അകത്ത് കാണും. ഇത് ഒരു ടെമ്പിളല്ല, ഒരുപാട് ടെമ്പിൾസ് ചേർന്നതാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 4 നഗര സ്റ്റൈൽ, 6 ദ്രാവിഡ സ്റ്റൈൽ ടെമ്പിൾസ് ഉണ്ട് എന്ന് പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അതിലെ വിരൂപാക്ഷ ടെമ്പിൾ. അത് ഈ ദ്രാവിഡ സ്റ്റൈലിൽ പണിതതാണ്. ഈ വിരൂപാക്ഷ ടെമ്പിൾ പണിതത് ക്യൂൻ ലോക് മഹാദേവിയാണ്. ചാലുക്യയിലെ രാജാവായിരുന്ന വിക്രമാദിത്യ സെക്കൻഡിൻ്റെ ഭാര്യയാണ് ലോക് മഹാദേവി. അദ്ദേഹത്തിൻ്റെ യുദ്ധത്തിൻ്റെ വിജയത്തിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് വിരൂപാക്ഷ ടെമ്പിൾ. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. വിരൂപാക്ഷ ടെമ്പിൾ ഏത് ഡൈനാസ്റ്റിയുമായി ബന്ധപ്പെട്ടതാണ്? പട്ടടക്കലിൽ ചാലുക്യ. പിന്നെ ബംഗമേശ്വർ ടെമ്പിൾ. പിന്നെ ഇവിടെ ഈ ഐഹോളാണ്. ഇപ്പോൾ ഇവിടെ നേരത്തെ കാണിച്ച ഐഹോളാണ് ക്രാഡിൽ ഓഫ് ഇന്ത്യൻ ആർക്കിടെക്ചർ എന്നറിയപ്പെടുന്നത്. ക്രാഡിൽ ഓഫ് ഇന്ത്യൻ ആർക്കിടെക്ചർ എന്നറിയപ്പെടുന്നത് ഐഹോളാണ്. അപ്പോൾ ഇതാണ് വദാബിയിലെ ചാലുക്യാസ്. ഇനി അടുത്തത് ഈ വെസ്റ്റേൺ ചാലുക്യാസും ഈസ്റ്റേൺ ചാലുക്യാസും. അപ്പോൾ ഇവിടെ ആദ്യം പറഞ്ഞത് വദാബി ക്യാപിറ്റലായിക്കൊണ്ടുള്ള ചാലുക്യാസ്, ഇതാണ് ബദാമി. ഇനിയിപ്പോൾ അടുത്തത് ഇതിൽ നേരത്തെ പറഞ്ഞ പുലക്കേശിൻ സെക്കൻഡിൻ്റെ ബ്രദറായിട്ടുള്ള കുബ്ജ വിഷ്ണുവർദ്ധനാണ് പുലക്കേശിൻ സെക്കൻഡിൻ്റെ ബ്രദർ. അപ്പോൾ ആ ബ്രദർ സ്വന്തമായിട്ട് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിക്കൊണ്ട് പിന്നീട് തുടങ്ങുന്ന ചാലുക്യാസിൻ്റെ തന്നെ മറ്റൊരു ഒരു ഡൈനാസ്റ്റിയാണ് ഈസ്റ്റേൺ ചാലുക്യാസ് ഈ കാണിക്കുന്നത്. അതും ഇത് പറഞ്ഞതുപോലെ ഏകദേശം ഈ 7th സെഞ്ച്വറിക്ക് ശേഷം രൂപം കൊള്ളുന്നതാണ്, ഈസ്റ്റേൺ 7th സെഞ്ച്വറി. അപ്പോൾ അതുപോലെ തന്നെ ഈ കൂടെ കാണിച്ചിരിക്കുന്ന വെസ്റ്റേൺ ചാലുക്യാസ് അഥവാ ലേറ്റർ പീരീഡിൽ വരുന്ന 10th സെഞ്ച്വറിക്ക് ശേഷം വരുന്ന വെസ്റ്റേൺ ചാലുക്യാസ്, ക്യാപിറ്റൽ കല്യാണി. അപ്പോൾ വെസ്റ്റേൺ ചാലുക്യാസ് 10th സെഞ്ച്വറിക്ക് ശേഷം വരുന്നതാണ്, ക്യാപിറ്റൽ കല്യാണി. കർണാടകയിലുള്ള ഒരു സ്ഥലത്തിൻ്റെ പേരാണിപ്പം. അപ്പോൾ കല്യാണി ചാലുക്യാസ് എന്നും അവരറിയപ്പെടും, വെസ്റ്റേൺ ചാലുക്യാസ് എന്നും അറിയപ്പെടും, അഥവാ ലേറ്റർ ചാലുക്യാസ്. ഈസ്റ്റേൺ ചാലുക്യാസിൻ്റെ ക്യാപിറ്റലാണ് വെങ്കി. ഇതാണ് മെയിനായിട്ട് ചാലുക്യാസിനെ പറ്റിയിട്ടുള്ളത്. അടുത്തത് പല്ലവാസ്.
അടുത്തതാണ് പല്ലവാസ്. പല്ലവാസ് നേരത്തെ ഫിഗറിൽ കാണിച്ചതുപോലെ ഈ കാഞ്ചീപുരം ക്യാപിറ്റലായിക്കൊണ്ട് നമ്മുടെ തമിഴ്നാടിൻ്റെ ആ ഭാഗത്തുള്ള ഡൈനാസ്റ്റിയാണ് പല്ലവാസ്. ഫൗണ്ടർ സിംഹവിഷ്ണു. അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട ഗ്രേറ്റസ്റ്റ് റൂളർ എന്ന് പറയുന്നത് മഹേന്ദ്രവർമ്മൻ 1. ഈ പല്ലവാസ് എന്ന് പറയുന്നത് ചാലുക്യാസിന കാദംബാസിൻ്റെ ഫ്യൂഡേറ്ററി എന്ന് പറഞ്ഞതുപോലെ ഈ പല്ലവാസ് എന്ന് പറയുന്നത് കാലബ്രാസ് എന്ന് പറയുന്നത് നമ്മുടെ ഏളി ചോളാസിനൊക്കെ ശേഷം ഒരുപാട് കാലം സൗത്ത് ഇന്ത്യ ഭരിക്കുന്ന കാലബ്രാസിൻ്റെ ഒരു ഫ്യൂഡേറ്ററീസാണ് പല്ലവാസ്. ഫൗണ്ടർ സിംഹവിഷ്ണു. പ്രധാനപ്പെട്ട റൂളർ മഹേന്ദ്രവർമ്മൻ 1. ഈ മഹേന്ദ്രവർമ്മൻ 1 ശേഷം അദ്ദേഹത്തിൻ്റെ മകനാണ് നരസിംഹവർമ്മൻ 1. അപ്പോൾ ചാലുക്യാസിൻ്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുലക്കേശിൻ 2 മഹേന്ദ്രവർമ്മനെ തോൽപ്പിച്ചു, അതായത് അച്ഛനെ തോൽപ്പിച്ചു. അതിൻ്റെ പ്രതികാരമായിട്ട് നരസിംഹവർമ്മൻ ഈ പുലക്കേശിൻ 2 വീണ്ടും തിരിച്ചു തോൽപ്പിച്ചു. അതായത് പുലക്കേശിൻ 2 മഹേന്ദ്രവർമ്മനെ തോൽപ്പിച്ചു, അതിൻ്റെ പ്രതികാരമായിട്ട് മകൻ പുലക്കേശിൻ 2 തോൽപ്പിച്ചു. അപ്പോൾ വദാബിയുടെ റൂളറെ തോൽപ്പിച്ചതുകൊണ്ട് ഈ നരസിംഹവർമ്മന് കിട്ടിയ ടൈറ്റിലാണ് വദാബി കൊണ്ട. അപ്പോൾ വദാബി കൊണ്ട എന്ന ടൈറ്റിൽ സ്വീകരിച്ച റൂളർ ആരാണെന്നും ചോദിക്കുക, ഏത് ഡൈനാസ്റ്റിയിലാണെന്നും ചോദിക്കുക. അപ്പോൾ 6th 7th സെഞ്ചുറിയുടെ ആദ്യത്തിലാണ് നരസിംഹവർമ്മൻ ഭരിക്കുന്നത്. ക്യാപിറ്റലാണ് കാഞ്ചീപുരം. പല്ലവാസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതിൻ്റെ ആർക്കിടെക്ചറാണ്. അപ്പോൾ ഇതിൽ ഒരു പോയിൻ്റ് ഉള്ളത് ഈ നരസിംഹവർമ്മൻ്റെ മറ്റൊരു ടൈറ്റിലാണ് മഹാമല്ലൻ, അഥവാ നരസിംഹവർമ്മൻ്റെ ഒരു ടൈറ്റിലാണ് മഹാമല്ലൻ. നരസിംഹവർമ്മൻ 1 ഒരു ടൈറ്റിലാണ് മഹാമല്ലൻ. അതുപോലെ ഇദ്ദേഹത്തിന് ശേഷം വരുന്ന ഒരു റൂളർ നരസിംഹവർമ്മൻ 1 മകൻ അങ്ങനെ അടുത്ത റൂളറായിട്ട് വരുന്ന ഒരു റൂളറാണ് നരസിംഹവർമ്മൻ 2. അദ്ദേഹത്തിൻ്റെ ഒരു ടൈറ്റിലാണ് രാജസിംഹൻ. അപ്പോൾ ഇവർ രണ്ടുപേരും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഡൈനാസ്റ്റിയിൽ. മഹേന്ദ്രവർമ്മൻ്റെത് പുലക്കേശിൻ 2 ബന്ധപ്പെട്ട ഒരു കഥ, തോൽപ്പിച്ചു, വീണ്ടും മകൻ തിരിച്ചു തോൽപ്പിച്ചു. അതുപോലെ ഇവർ രണ്ടുപേരുടെയും കുറച്ച് ടെമ്പിൾസ് ഉണ്ട്, ഇവർ രണ്ടുപേരും പണിത്. അപ്പോൾ അത് കൺഫ്യൂഷൻ ആവാതിരിക്കാനാണ് നരസിംഹവർമ്മൻ 1 എന്ന് പറയുന്നതാണ് മഹാമല്ലൻ. അതിന് ശേഷം വരുന്ന ഒരു റൂളറാണ് നരസിംഹവർമ്മൻ 2. അദ്ദേഹത്തിൻ്റെ ടൈറ്റിലാണ് രാജസിംഹൻ. പല്ലവ ഡൈനാസ്റ്റിയിലെ പ്രധാനപ്പെട്ട ഒരു ടെമ്പിളാണ് മഹാബലിപുരം. ഈ മഹാബലിപുരം എന്ന് പറയുന്നത് മാമല്ലപുരം, അതായത് മഹാമല്ലൻ എന്ന് പറയുന്നതാണ് നരസിംഹവർമ്മൻ 1 ടൈറ്റിൽ. അപ്പോൾ ഈ മഹാമല്ലന് ഈ മഹാബലിപുരം ഓർമ്മിക്കുക. മഹാബലിപുരം അതാണ് ഷോർ ടെമ്പിൾ. അപ്പോൾ ഈ ഷോർ ടെമ്പിൾ പണിയുന്നത് നരസിംഹവർമ്മൻ 2 ആണ്. ഇപ്പോൾ ഈ ഷോർ ടെമ്പിൾ പറയുന്നത് നരസിംഹവർമ്മൻ 2 ആണ്, രാജസിംഹൻ. അതുപോലെ തന്നെ കൈലാസനാഥർ ടെമ്പിൾ ഉണ്ട്. കൈലാസനാഥർ ടെമ്പിൾ പണിയുന്നതും ഈ നരസിംഹവർമ്മൻ 2 ആണ്. ആദ്യത്തെ നരസിംഹനായിട്ടിലെ മഹാമല്ലൻ പണിയുന്ന ടെമ്പിളാണ് 7 രഥ ടെമ്പിൾ. അത് 5 രഥ ടെമ്പിൾ എന്ന് കാണലുണ്ട്, 7 രഥ ടെമ്പിൾ എന്ന് കാണലുണ്ട്. രണ്ടും മഹാബലിപുരത്ത് തന്നെ, ബിൽഡ് ബൈ നരസിംഹവർമ്മൻ 1. അപ്പോൾ ഈ 3 പ്രധാനപ്പെട്ട ടെമ്പിൾസാണ്. ഒന്ന് ഷോർ ടെമ്പിൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഷോർ ടെമ്പിൾ ഏത് ഡൈനാസ്റ്റിയെ ബന്ധപ്പെട്ടതാണ്? പല്ലവ ഡൈനാസ്റ്റി. പണിതത് നരസിംഹവർമ്മൻ 2. അപ്പോൾ ഞാനിത് ഓർമ്മിക്കൽ നരസിംഹം എന്ന് പറഞ്ഞാൽ മോഹൻലാലിൻ്റെ ഒരു സിനിമയാണ് നരസിംഹം. അപ്പോൾ അതിന് ശേഷമുള്ള ഒരു സീൻ ഓർമ്മിക്കേണ്ടത് മലൈക്കോട്ടെ വാലിബനിൽ മഹാമല്ലൻ എന്നാണ് മോഹൻലാലിനെ പറയുന്നത്. അപ്പോൾ അത് രണ്ടും വെച്ചിട്ട് നരസിംഹം മോഹൻലാലിൻ്റെ ഒരു പടമാണ്. നരസിംഹവർമ്മൻ, മഹാബലിപുരം, മഹാമല്ലൻ. അപ്പോൾ നരസിംഹവർമ്മൻ 2 ആണ് ഷോർ ടെമ്പിൾ പണിയുന്നത്. 7 രഥ ടെമ്പിൾ പാണ്ഡവ ബ്രദേഴ്സിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പാണ്ഡവ രഥ ടെമ്പിൾ അഥവാ പഞ്ചരഥ ടെമ്പിൾ, അല്ലെങ്കിൽ 7 ടെമ്പിൾസ് ഓഫ് 7 രഥാസ് എന്നൊക്കെ അറിയപ്പെടുന്നത് നരസിംഹവർമ്മൻ 1 പണിതാണ്. പല്ലവാസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ 2 പോയിന്റ് മാത്രമാണ് പ്രധാനപ്പെട്ടത്. ഒന്ന് മഹേന്ദ്രവർമ്മൻ 1, നരസിംഹവർമ്മൻ 1, നരസിംഹവർമ്മൻ 2. അവർ പണിത് 2 3 ടെമ്പിൾസ്. അതിൻ്റെ ക്യാപിറ്റലാണ് കാഞ്ചീപുരം, തമിഴ്നാട്ടിലെ കാഞ്ചീപുരം. അടുത്ത പോസ്റ്റ് ഗുപ്ത ഡൈനാസ്റ്റിയിലെ പ്രധാനപ്പെട്ട ഒരു ഡൈനാസ്റ്റിയാണ് രാഷ്ട്രകൂടാസ്. അപ്പോൾ ഈ ഡക്കാൻ ഏരിയയിൽ ആദ്യം പറഞ്ഞത് ശതവാഹനാസ് ആയിരുന്നു. ഈ ശതവാഹനത്തിന് ശേഷം അവിടെ വകടകാസിനെ പറ്റി പറഞ്ഞു.
പിന്നീട് ഇപ്പോൾ ചാലുക്യാസിനെ പറ്റി പറഞ്ഞു. അതുപോലെ തന്നെ അതിനുശേഷം ഈ ഒരു ഭാഗത്ത് ഭരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഡൈനാസ്റ്റിയാണ് രാഷ്ട്രകൂടാസ്. ഫൗണ്ടർ ദന്തി ദുർഗ. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട വരുന്നൊരു ക്വസ്റ്റ്യൻ, കൈലാസ ടെമ്പിൾ അറ്റ് എല്ലോറ പണിതത് ഏത് റൂളറാണെന്ന്. അപ്പോൾ ദന്തി ദുർഗയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള കൃഷ്ണാദി ഫസ്റ്റാണ് അധികാരം എടുക്കുന്നത്. അദ്ദേഹമാണ് ഈ കൈലാസ ടെമ്പിൾ എല്ലോറ, അജന്ത എല്ലോറ ഒക്കെ മഹാരാഷ്ട്രയിലെ പ്രധാനപ്പെട്ട മോണോലിത്തിക് ടെമ്പിൾസ് ആണ്. അപ്പോൾ അതിൽ എല്ലോറ ടെമ്പിൾസിലെ കൈലാസ ടെമ്പിൾ പണി കഴിപ്പിക്കുന്നത് കൃഷ്ണാദി ഫസ്റ്റാണ്. ഇത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. മോണോലിത്തിക് സ്റ്റോൺ ടെമ്പിൾ ബിൽട്ട് ഓഫ് ഓൺലി വൺ സ്റ്റോൺ, അതായത് ഒരു പാറ പണിതിട്ടില്ല. അജന്ത എല്ലോറ കേവ്സിലെ എല്ലോറയിലെ കൈലാസ ടെമ്പിൾ ബിൽഡ് ബൈ കൃഷ്ണാദി ഫസ്റ്റ്. അതിനുശേഷം വരുന്ന ഇപ്പോൾ ഒന്നും കൂടെ പറയുകയാണെങ്കിൽ രാഷ്ട്രകൂടാസ്, ഫൗണ്ടർ ദന്തി ദുർഗ. നേരത്തെ പറഞ്ഞ ചാലുക്യാസ് ഓഫ് ബദാമി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെ ഒരു ലാസ്റ്റ് റൂളറാണ് കീർത്തിവർമ്മൻ സെക്കൻഡ്. ഈ കീർത്തിവർമ്മൻ സെക്കൻഡിനെ തോൽപ്പിച്ചുകൊണ്ടാണ് ദന്തി ദുർഗാസ് രാഷ്ട്രകൂടാസ് 753 രാഷ്ട്രകൂടാസ് ഫൗണ്ട് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ സൺ കൃഷ്ണ വണ്ണ്. ഇതിന് ശേഷം ഒരു ഒന്നോ രണ്ടോ റൂളേഴ്സ് ഉണ്ട്. അപ്പോൾ അതിലെ അടുത്ത പ്രധാനപ്പെട്ട റൂളറാണ് അമോഘവർഷ്. അപ്പോൾ അതിനു മുമ്പ് ഈ അമോഘവർഷിൻ്റെ ഇമ്പോർട്ടൻസ്, ഹി വാസ് കൺവേർട്ടഡ് ടു ജൈനിസം, അമോഘവർഷ്. അതുപോലെ തന്നെ ഇദ്ദേഹം എഴുതിയ 2 പ്രധാനപ്പെട്ട ബുക്സ്, അതാണ് കവിരാജമാർഗും പ്രശ്നോത്തര രത്നമാലിക. അമോഘവർഷ് ഒരു പ്രധാനപ്പെട്ട റൂളറാണ് രാഷ്ട്രകൂടാസിലെ. അദ്ദേഹം എഴുതിയ 2 പുസ്തകങ്ങളാണ് കവിരാജമാർഗും പ്രശ്നോത്തര രത്നമാലിക. ക്യാപിറ്റലി മാന്യഘട്ട. അപ്പോൾ അജന്ത, ഇതാണ് എല്ലോറയിലെ എല്ലോറ കേവ്സ്. അപ്പോൾ അജന്ത എല്ലോറ കേവ്സിൽ ആദ്യമായിട്ടൊക്കെ പണിയുന്നത് ഈ ശതവാഹനാസാണ്. അതിനുശേഷം അവിടെ വന്ന് വകടകാസ്, പിന്നെ ഈ രാഷ്ട്രകൂടാസൊക്കെ ഇതിൽ കുറച്ച് ഭാഗത്തായിട്ടുള്ള കേവ് ടെമ്പിൾസും മറ്റുമൊക്കെ പണിതിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലോറ കേവ്സിലെ ടെമ്പിളാണ് ഈ കാണിക്കുന്ന കൈലാസ ടെമ്പിൾ. ഈ കൈലാസ ടെമ്പിൾ പണി കഴിപ്പിച്ചത് കൃഷ്ണ ഫസ്റ്റ് ഓഫ് രാഷ്ട്രകൂട ഡൈനാസ്റ്റി. ഇതാണ് കൈലാസ ടെമ്പിൾ എല്ലോറയിൽ. അടുത്ത ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് ദശാവതാര ടെമ്പിൾ. ഇതാണ് ദശാവതാര ടെമ്പിൾ. ദശാവതാര ടെമ്പിൾ ലോർഡ് വിഷ്ണുവിന് സമർപ്പിച്ചിട്ടുള്ള ടെമ്പിളാണ് ദശാവതാര ടെമ്പിൾ. ഇതും രാഷ്ട്രകൂട ഡൈനാസ്റ്റിൻ്റെ പ്രധാനപ്പെട്ട 2 ടെമ്പിൾസിൽ ഒന്ന്. എല്ലോറയിലെ കൈലാസ്നാഥ് ടെമ്പിൾ, ഇത് ദശാവതാര കേവ്. ദശാവതാര ടെമ്പിൾ എന്ന് പറയുന്നത് UPയിലൊരു ദശാവതാര ടെമ്പിൾ ഉണ്ട്. ഇത് ദശാവതാര കേവ് ഈ എല്ലോറയിൽ. ഇതാണ് രാഷ്ട്രകൂട ഡൈനാസ്റ്റി. ഫൗണ്ടർ ദന്തി ദുർഗ. ഇദ്ദേഹമാണ് രാഷ്ട്രകൂട ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ. ഹി പെർഫോംഡ് ഹിരണ്യഗർഭ, അതായത് ഗോൾഡൻ വൂമ്പ്, ഒരു പ്രത്യേക പൂജയാണ് ഹിരണ്യഗർഭ. അത് ചെയ്ത ആളാണ് ദന്തി ദുർഗ. ഇദ്ദേഹത്തിൻ്റെ മകനാണ് കൃഷ്ണ വണ്ണ്. ഇതാണ് പ്രധാനപ്പെട്ട എല്ലോറയിലെ കൈലാസ ടെമ്പിളും അതുപോലെ തന്നെ ദശാവതാര ടെമ്പിളും. ദശാവതാര ടെമ്പിളും പണി കഴിപ്പിക്കുന്നത് കൃഷ്ണാദി ഫസ്റ്റ്. അതിനുശേഷം വരുന്ന റൂളറാണ് അമോഘവർഷ്. 2 പുസ്തകങ്ങൾ, കവിരാജമാർഗ്, പ്രശ്നോത്തര രത്നമാലിക, കവിരാജമാർഗ്. ഹി വാസ് കൺവേർട്ടഡ് ടു ജൈനിസം. ക്യാപിറ്റൽ മാന്യഖേത്ത. പിന്നെ അടുത്ത ഒരു പോസ്റ്റ് ഗുപ്ത ഡൈനാസ്റ്റിയിലെ ഒരു ഡൈനാസ്റ്റിയാണ് ഈ ഹൊയ്സാല ഡൈനാസ്റ്റി. ഹൊയ്സാല ഡൈനാസ്റ്റിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, സ്റ്റാർ ഷേപ്പ്ഡ് ടെമ്പിൾ. അതായത് ഈ സ്റ്റാർ ഷേപ്പ്ഡ് ടെമ്പിൾ ഇങ്ങനെയാണ്. ഈ സ്റ്റാർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഈ രീതിയിലുള്ള ടെമ്പിളിൻ്റെ ബേസിലെ ഷേപ്പ്, അത് ഈ സ്റ്റാർ ഷേപ്പിലുള്ള ടെമ്പിൾ ഏത് ഡൈനാസ്റ്റിയുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ ഹൊയ്സാല ടെമ്പിൾ. ചെന്നകേശവ ടെമ്പിൾ, എക്സാമ്പിൾ ചെന്നകേശവ ടെമ്പിളും ഹൊയ്സാലേശ്വര ടെമ്പിൾ. അപ്പോൾ ഹൊയ്സാലേശ്വര ടെമ്പിൾ ക്വസ്റ്റ്യൻ വന്നാൽ ഹൊയ്സാലയിലേക്ക് പെട്ടെന്ന് വരാം. അപ്പോൾ ഈ ഹൊയ്സാലേശ്വര ടെമ്പിൾ 42nd യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സെൻ്ററായിട്ട് ഇപ്പോൾ അടുത്ത് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് ഹൊയ്സാല ഡൈനാസ്റ്റി. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യത ഇതായിരിക്കും, ചെന്നകേശവ ടെമ്പിൾ കർണാടകയിൽ തന്നെയുള്ള. അപ്പോൾ ഇമ്പോർട്ടൻ്റ് സ്റ്റാർ ഷേപ്പ്ഡ് ടെമ്പിൾ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആൻസർ ഹൊയ്സാല ടെമ്പിൾ. ഇവരുടെ ക്യാപിറ്റലാണ് ഹാലേബിഡു അഥവാ ദ്വാരസമുദ്രം അഥവാ ഹാലേബിഡു.
ഈ നേരത്തെ പറഞ്ഞ ചാലുക്യാസിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വെസ്റ്റേൺ ചാലുക്യാസ്, അതായത് ലേറ്റർ പീരീഡിൽ 10th സെഞ്ചുറിക്ക് ശേഷം വന്ന ലേറ്റർ ചാലുക്യാസ് അഥവാ വെസ്റ്റേൺ ചാലുക്യാസ് അല്ലെങ്കിൽ ചാലുക്യാസ് ഓഫ് കല്യാണി. അപ്പോൾ അതിൻ്റെ ഫ്യൂഡേറ്ററി ആയിട്ടാണ് ഈ ഹൊയ്സാലാസ് വരുന്നത്. പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ സ്റ്റാർ ഷേപ്പ്ഡ് ടെമ്പിള്, ചെന്നകേശവ ടെമ്പിളും ഹൊയ്സാലേശ്വര ടെമ്പിളും. ഈ ചെന്നകേശവ വിഷ്ണുവിന് സമർപ്പിച്ചിട്ടുള്ളതാണ്, ഹൊയ്സാലേശ്വര ശിവന്. പ്രധാനപ്പെട്ട 3 ചാലുക്യാസ്, പല്ലവാസ്, അതുപോലെ രാഷ്ട്രകൂടാസ്. അടുത്തത് സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററി, ട്രൈപാർട്ടൈറ്റ് സ്ട്രഗിളും ചോള ഡൈനാസ്റ്റിയൊക്കെ ബന്ധപ്പെട്ട്.